ഇറാൻ ആക്രമണങ്ങളെ തുടർന്ന് ബഹ്റൈനിലെ വായു നിലവാരം അപകടകരമായ അവസ്ഥയിലാണെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമെന്ന് സുപ്രീം കൗൺസിൽ ഫോർ എൻവയോൺമെന്റ്. തുടർച്ചയായ പരിശോധനകളിൽ എവിടെയും വായു മലിനീകരണം കണ്ടെത്തിയിട്ടില്ല. രാജ്യത്തെ വായു നിലവാരം സാധാരണ നിലയിലാണെന്നും വ്യാജ വാർത്തകളും അഭ്യൂഹങ്ങളും പ്രചരിപ്പിക്കരുതെന്നും സുപ്രീം കൗൺസിൽ ഫോർ എൻവയോൺമെന്റ് പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടു. ഏജൻസീസ്, GPIC എന്നീ സ്ഥാപനങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് രാജ്യത്തെ വായു നിലവാരം അപകടകരമായ രീതിയിലാണെന്ന പ്രചരണം ശക്തമായത്. ഇത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിലുള്ള ചർച്ചകൾക്കും വഴിവെച്ചു. എന്നാൽ അത്തരം വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യവും നിലവിലില്ലെന്നും വ്യക്തമാക്കുകയാണ് സുപ്രീം കൗൺസിൽ ഫോർ എൻവയോൺമെന്റ്. വിദഗ്ധ സംഘം ബാപ്കോ, GPSC പരിസരങ്ങളിലും സമീപത്തെ ജനവാസ മേഖലകളിലും സമഗ്രമായ പരിശോധന നടത്തിയിരുന്നു. എന്നാൽ വായുവിൽ അസാധാരണമായ രീതിയിലുള്ള വിഷവാതകങ്ങളോ മലിനീകരണമോ കണ്ടെത്താനായിട്ടില്ലെന്നും പരിശോധനാ ഫലങ്ങൾ സാധാരണ നിലയിലാണെന്നും കൗൺസിൽ വ്യക്തമാക്കി. മുൻകരുതൽ നടപടികളുടെ ഭാഗമായി രാജ്യത്തുടനീളമുള്ള വായു നിലവാരം 24 മണിക്കൂറും നിരീക്ഷിച്ചു വരികയാണ്. വിവിധ സർക്കാർ വകുപ്പുകളുമായി ഏകോപിപ്പിച്ചാണ് നിലവിൽ നിരീക്ഷണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാനുള്ള പ്രത്യേക പദ്ധതികളുടെ ഭാഗമായാണ് നടപടിയെന്നും സുപ്രീം കൗൺസിൽ ഫോർ എൻവയോൺമെന്റ് അറിയിച്ചു. ജനങ്ങളിൽ ആശങ്ക സൃഷ്ടിക്കുന്ന തരത്തിലുള്ള തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ നിന്ന് ജനങ്ങൾ വിട്ടുനിൽക്കണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു. ഇത്തരക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ആധികാരിക വിവരങ്ങൾക്കായി ഔദ്യോഗിക സ്രോതസ്സുകളെ മാത്രം ആശ്രയിക്കണമെന്നും സുപ്രീം കൗൺസിൽ ഫോർ എൻവയോൺമെന്റ് വ്യക്തമാക്കി. റിപ്പോർട്ടർ, ബഹ്റൈൻ.